ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഡിസംബർ 20, 2025 ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നത്തെയും പോലെ നമ്മൾ ഒരുപാട് സമയം അനാവശ്യമായി കളയുന്നില്ല. നമുക്ക് നേരെ നമ്മളുടെ ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഇത് നമുക്ക് 3 ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഒരെണ്ണം വരുന്നത് ഇന്ത്യൻ പ്രൈവറ്റ് സ്പേസ് സെക്ടറിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് ഏജൻസീസിനെ കുറിച്ചിട്ടും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടും അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കവറേജ് ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഇന്ന് നൽകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇൻസ്പേസ് എന്ന് പറയുന്ന ഏജൻസി, ഇൻസ്പേസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്ന് പറയുന്ന ഏജൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സയൻസ് ലാബുകൾ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉള്ളിലെല്ലാം സയൻസ് ലാബുകൾ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊപ്പോസൽസ് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇൻസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വീണ്ടും ന്യൂസിൽ വന്നിരിക്കുകയാണ്. ഈ കറണ്ട് അഫയേഴ്സിൽ നിന്നും കിട്ടുന്ന നമ്മളുടെ ലിങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാറ്റിക് സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്നത്, അല്ലെ? നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്, അല്ലെ? അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ തിരഞ്ഞെടുക്കുക? നമ്മൾ ഇതിനകത്ത് കറണ്ട് അഫെയറിൽ റിപ്പീറ്റഡ്ലി വരുന്ന ന്യൂസ് ആർട്ടിക്കിൾ ഏതാണോ ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണെന്ന് ബൈ ഡിഫോൾട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ അങ്ങനെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പോൾ അങ്ങനെ കൊണ്ടുപോകേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഇൻസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്പേസ് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സ്പേസ് സെക്ടർ എന്ന് പറയുന്ന പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഒരുപാട് തവണയായിട്ട് ന്യൂസുകളിൽ റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. നമ്മൾ അഗ്നികുൽ എന്നൊക്കെ പറയുന്ന പല പല ഏജൻസീസും നമ്മളുടെ സാറ്റലൈറ്റ്സ് ഈ പറഞ്ഞിട്ടുള്ള ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുകയുണ്ടായി റീസെന്റ്. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റൈസേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻസ് ഓഫ് ഇന്ത്യൻ സ്പേസ് സെക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ തേർഡ് മോദി 3.0 അജണ്ടയിൽ വരുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഗ്ലോബലി ആണെങ്കിലും സാറ്റലൈറ്റ്സും അതേപോലെ സ്പേസ് സെക്ടറിനകത്തുള്ള എക്സ്പ്ലോറേഷൻസും അതിന്റെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻസും ഒക്കെ വളരെയധികം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സ് പോലെയുള്ള ഫാൽക്കൺ പോലെയുള്ള കമ്പനീസ്, ബിഗ് ബില്യണേഴ്സിന്റെ കമ്പനീസ് ആയിട്ടുള്ള എലോൺ മസ്കിന്റെ സ്പേസ് എക്സും നമ്മളുടെ ജെഫ് ബെസോസിന്റെ ഫാൽക്കൺ 9സും, അപ്പൊ അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഇതിനകത്തേക്ക് ഇപ്പൊ പ്ലേയേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് സെക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വി നോ ദാറ്റ് നമ്മൾക്കൊരു 2047 കൂടിയിട്ട് ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു അജണ്ടയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു വികസിത് ഭാരത് പെർസ്പെക്റ്റീവിലേക്ക്, അല്ലെങ്കിൽ ഒരു വികസിത് ഭാരത് ടൈറ്റിലേക്ക് എത്തണം, റൈറ്റ്? അപ്പൊ ആ ഒരു അമൃത് കാലിലേക്ക് നമുക്ക് നമ്മളുടെ ജേർണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വികസിത് ഭാരത് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലേക്ക് നമുക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ആ ടൈറ്റിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സ്പേസ് സെക്ടറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആദ്യത്തെ 10 സ്പേസ് ഏജൻസീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 4മതോ 5മതോ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഏജൻസിയാണ് ഇസ്രോ. പക്ഷെ ഇസ്രോയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും എന്താണ്, ഇപ്പോഴും സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു അത്ര മീനിയൽ അല്ലെങ്കിൽ അത്ര നോളജ് ഡ്രിവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര എഫിഷ്യന്റ് അല്ലെങ്കിൽ അത്ര എനർജി കൺസ്യൂമിംഗ് ആയിട്ടുള്ള എന്നാൽ റിട്ടേൺ കുറവുള്ള മിഷൻസിലാണ് അവർ ഇപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിലേക്ക് അവർക്ക് വരാനായിട്ട് ഇപ്പോഴും ഒരു പ്രൈവറ്റ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയൊരു സ്പേസ് പോളിസീസ് ഒക്കെ പുറത്തേക്ക് വരികയുണ്ടായി ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് പ്രൈവറ്റൈസേഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക് സെക്ടർ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമുക്ക് ഇന്ന് കോംപ്രിഹെൻസീവ്ലി കവർ ചെയ്യാം. ഓക്കെ, എനിക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം റിസോഴ്സസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇതിനെ കൂടാതെ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നും ഈ പ്രൈവറ്റൈസേഷൻ ഓഫ് സ്പേസ് സെക്ടറിനെ കുറിച്ച് വായിക്കേണ്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് ഗോ. സോ ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ ട്രിവിയാസ്, നമ്മൾക്ക് UPSCയെ സംബന്ധിച്ചിടത്തോളം മേ ബി ലൈക്ക് ഹു നോസ് എന്ന് പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഒരു ചോദിച്ചേക്കാം, റൈറ്റ്? അപ്പൊ നമുക്ക് ഫസ്റ്റ് വിക്രം എസ് റോക്കറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ സ്കൈറൂട്ട് എയ്റോസ്പേസ്. അപ്പൊ UPSCക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഈ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്നുള്ളതിന് പകരം ചിലപ്പോൾ സ്പേസ് എക്സ്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫാൽക്കണോ അല്ലെങ്കിൽ അങ്ങനെ സംവേ നോട്ട് ഫാൽക്കൺ, നമ്മളുടെ
വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ESA എന്നോ അല്ലെങ്കിൽ ഇസ്രോ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് ഏതാണ്? ദാറ്റ് ഈസ് വിക്രം-S റോക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഇത്. സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ദെൻ നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്ത ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അഗ്നികുൽ കോസ്മോസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദേ ഡെവലപ്ഡ് വേൾഡ്സ് ഫസ്റ്റ് 3D പ്രിന്റഡ്, വാവ്, 3D പ്രിന്റഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് എഞ്ചിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെയധികം എന്താണ് എഞ്ചിനീയറിംഗ് മാർവൽസ് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ സ്പേസ് ടെക് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ഒരു 3D പ്രിന്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സാധനങ്ങൾ, അതായത് നമ്മളുടെ എഞ്ചിൻസ് ഒക്കെ ഇറക്കാനായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കോസ്റ്റ് കട്ടിങ് നമുക്ക് നടത്താൻ പറ്റും, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ആ കോസ്റ്റ് കട്ടിങ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റിസർച്ചസ് ഒരുപാട് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസസ് ഓഫ് ഔട്ടർ മിഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻസ് ഇല്ലാത്ത, ഡിറക്റ്റ് സോഷ്യൽ വെൽഫെയർ കൺവേർഷൻസ് ഇല്ലാത്ത ഒരുപാട് മിഷൻസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മംഗൾയാൻ, അതിനകത്ത് വണ്ണമങ്ങാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഗുണവും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇൻഡയറക്ട്ലി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺസ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയുന്ന സംഗതിയൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അതേപോലെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മിഷൻസിന്റെ എല്ലാം കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ 3D പ്രിന്റഡ് ആയിട്ടുള്ള റോക്കറ്റ് എഞ്ചിൻ ഡെവലപ്മെന്റ്സ്, അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഡെവലപ്മെന്റ്സ്, അങ്ങനെയുള്ള സംഗതികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു വൺ വെബ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്കുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ന്യൂസിൽ വന്നിരിക്കുന്ന ഇൻസ്പേസിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. സോ ദ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഇസ് എ സിംഗിൾ വിൻഡോ independent nodal agency that functions as an autonomous agency in the ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഇത് ഞാൻ ഡയറക്ട്ലി ഇസ്രോയുടെ സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അതായത് എന്താണ് ഇൻസ്പേസ് എന്ന് പറയുന്നത്? അവരുടെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഈ പറഞ്ഞിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, റൈറ്റ്? സ്പേസ് എക്സ്പ്ലോറേഷൻസ് പ്രൈവറ്റ് എൻറ്റിറ്റീസിന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഒരുപാട് ലൈസൻസസും അതിനാണ് ഒരുപാട് ക്ലിയറൻസസും അതിന് ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം എന്തുണ്ട് അവർക്ക് ക്ലിയർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെല്ലാം അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് സ്പേസ് സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ഇൻസ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇൻസ്പേസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് എ നോഡൽ ഏജൻസി ദാറ്റ് ഫങ്ഷൻസ് ആസ് എൻ ഓട്ടോണമസ് ഏജൻസി ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് it is formed following the space sector reform to enable and facilitate the participation of private players in the participation വേണ്ടിയിട്ട് ആണ് അവരുടെ ഈസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ബിസിനസ് ഇൻ സ്പേസ് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്പേസിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. സോ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി വിൽ സിഗ്നിഫിക്കന്റ്ലി ട്രാൻസ്ഫോം ദ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ആൻഡ് ഈസ് എക്സ്പെക്ടഡ് ടു പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഫ്യൂച്ചർ സ്പേസ് മിഷൻസ് ഓഫ് ഇസ്രോ. Okay, so some of the significance of these agencies എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വിത്ത് ദ ഗവൺമെന്റ്. നോക്കൂ, നമ്മുടെ ഗവൺമെന്റിനും അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സിനും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇൻസ്പേസിന് സാധിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ക്ലിയർ? ദെൻ കം സിഗ്നിഫിക്കന്റ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് റിസോഴ്സസ്. അതായത് നമ്മളുടെ ഗവൺമെന്റ്, അതായത് ഇസ്രോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് റിസോഴ്സസ് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് അവരുടെ ഒരുപാട് ടെക്നോളജീസും അവരുടെ ഒരുപാട് എക്യുപ്മെന്റ്സും അവരുടെ ഒരുപാട് നോളജും ബിയോണ്ട് എവറിത്തിങ്. അവരുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സിനെക്കാട്ടിലും റിസോഴ്സിനെക്കാട്ടിലും ഒക്കെ നമുക്ക് വാല്യുബിൾ ആയിട്ട് ഉള്ളത് എന്താണ്? ദേ ഹാവ് എ ലെവൽ ഓഫ് നോളജ്, അല്ലെ? അത്രയും നോളജ് റെപ്പോസിറ്ററീസ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ ആ നോളജ് ട്രാൻസ്ഫർ KTs കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് ഡിവോൾവ് ചെയ്ത് അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൽ നിന്നും എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്ത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടി ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇൻസ്പേസ് വർക്ക് ചെയ്യുന്നുണ്ട്.
Then broader window for research and researchers. Both ISRO and private sector scientists and researchers will get more time for new development and explorations in the space sections, in the sections which have not been tested yet. Okay. Then upgradation of Indian space program at global level. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നാസയെക്കാട്ടിലും വേൾഡ് ചർച്ച ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസ് ആണ് സ്പേസ് എക്സ് പോലെയുള്ള ഓർഗനൈസേഷൻസ്. വൈ? കാരണം ഈ പറഞ്ഞിട്ടുള്ള നാസ മോർ ഓഫ് ആൻ ആർ&ഡിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are majorly focusing into the R&D, that is the research and development, more than ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മിയർ ആയിട്ടുള്ള സാറ്റലൈറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെക്കാട്ടിലും ആ ഒരു നോളജ് ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നോളജ് ഡെവലപ്മെന്റ്, കോഷ്യൻ ഡെവലപ്മെന്റ്, അതായത് ഓരോ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയാ നമ്മളുടെ അപ്പോൾ നമ്മളുടെ നോളജിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് അവരുടെ റിസർച്ചിനെ കുറിച്ചിട്ടും അത് അവരുടെ ഡെവലപ്മെന്റ്സിനെ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നാസ ഇപ്പൊ അതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് മിയർലി ജസ്റ്റ് സെൻഡിങ് ദി സാറ്റലൈറ്റ്സ്. അപ്പോൾ ഇസ്രോയ്ക്കും ആ ഒരു ലൈനിൽ, അതായത് ഈ റിസർച്ചുകൾ ചെയ്യുക, മാക്സിമം ഈ പറഞ്ഞിട്ടുള്ള ഔട്ടർ സ്പേസ് മിഷൻസ് നടത്തിയിട്ടുള്ള നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിലേക്ക് ഇസ്രോ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വളരെ നെസസറി ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് പോലെയുള്ള പരിപാടികൾ അത് നടന്നേ പറ്റുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം, ഈ പ്രൈവറ്റ് ഏജൻസീസ് നമുക്ക് മുന്നോട്ടേക്ക് വരണം. ഓക്കെ, യെസ്. ഓക്കെ, നമുക്കിനി കുറച്ച് ഫാക്ട്സ് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യ സ്പേസ് സെക്ടർ റിഫോംസ് 2020 expanded private participation across all space activities including satellite design, launch vehicle manufacturing and ground station services to enhance India's global space economy share. Okay, then ഇതൊക്കെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, that's why I'm just reading and moving on. Okay, then InSpace was established as a regulatory body. നമ്മൾ ആ വാക്ക് നിങ്ങൾ ഓർക്കുക, റെഗുലേറ്ററി ബോഡി ആയിട്ടാണ് InSpace വർക്ക് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ InSpace was established as a regulatory body to facilitate and promote private sector participation and enable non-government private entities to engage in space-based activities rather than just to വെൻഡേഴ്സ് ഓഫ് ഇസ്രോ. ഇപ്പൊ ഇസ്രോയ്ക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് മാത്രമായിട്ട് നിൽക്കാതെ ഒരു എൻഗേജിങ് ആക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് ആക്ടിവിറ്റി പാർട്ടിസിപ്പൻസ് ആയിട്ട് മാറുക എന്നുള്ളൊരു ഒരു ഐഡിയ കൂടി InSpaceന് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ചുമതലപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ടെക്നോളജി ട്രാൻസ്ഫർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ്, നമ്മുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള അൾട്ടിമേറ്റ് എയിം എന്താണ്? പ്രൈവറ്റൈസേഷൻ ഓർ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് സെക്ടർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഇന്ത്യൻ സ്പേസ് സെക്ടർ. ക്ലിയർ? അപ്പൊ ഇതില് നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എല്ലാ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഫേസ് ചെയ്യുന്നത് പോലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് റെഗുലേഷൻസ് ആണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഉണ്ട്, ഇസ്രോ ഉണ്ട്, NSIL ഉണ്ട്, പിന്നെ ആന്ത്രിക്സ് ഉണ്ട്, InSpace ഉണ്ട്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് തന്നെ ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെഗുലേഷൻസ് എവിടെ തുടങ്ങണം, എന്തൊക്കെ പേപ്പേഴ്സ് വേണം, ഏതൊക്കെ ലൈസൻസസ് വേണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് റെഗുലേറ്ററി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ബോഡീസുമായിട്ട് പങ്കെടുക്കണം, എന്തൊക്കെ MOUs വേണം, അങ്ങനെ കുറേയും എന്തുണ്ട്, നമുക്ക് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ആ റെഗുലേഷൻസ് എല്ലാം ഒരു ബ്യൂറോക്രാറ്റിക് ഹഡിലായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്തത് എന്താണ്? നാഷണൽ സെക്യൂരിറ്റി റിസ്ക്. ദാറ്റ് ഈസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നോളജി വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ടെക്നോളജി, റോക്കറ്റ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് മിസൈൽ ടെക്നോളജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എഞ്ചിൻ ഈ പറഞ്ഞിട്ടുള്ള മിയർ ആയിട്ടുള്ള ഒരു ചേഞ്ചസ്, മേ ബി ഞാനിത് പറയുന്നത് വളരെ നോയ്സ് ആയിട്ട് തോന്നാം, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ലേമാൻ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൺവേർഷൻ ടു എന്താണ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വേറെ ഓൾട്ടർനേറ്റ് യൂസേഴ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്പി നാരായണൻ കേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള റഷ്യൻ അതേപോലെ തന്നെ വേറെ ഫോറിൻ പറഞ്ഞ കൺട്രീസിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ടെക്നോളജി കയറ്റി, അതായത് നോളജ് എന്ത് ചെയ്തു, നോളജ് ട്രാൻസ്ഫർ നടത്തി എന്നുള്ളൊരു അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. അപ്പോൾ അതേപോലെയുള്ള അലിഗേഷൻസ്, ഇതേപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൈവറ്റ് എൻറ്റിറ്റീസിന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം അതൊരു കൺസേൺ ആണ്. അതേപോലെ തന്നെയാണ് ഫണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഗ്യാപ്സ്. അതായത് വെഞ്ചർ ക്യാപിറ്റൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഈ VCs വരണം എന്നുണ്ടെങ്കിൽ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിലാണ് വി നീഡ് നമ്പേഴ്സ് അല്ലെ.
നമുക്ക് കുറച്ചുകൂടി നമ്പേഴ്സ് വേണം. അതായത് നമുക്ക് എത്ര സെയിൽസ് വന്നു, എത്ര ഇത് വന്നു, എത്രയാണ് നമ്മുടെ ടാർഗറ്റ്, ഒരു സ്കെയിലബിലിറ്റി, മെട്രിക്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്തതിനു ശേഷമാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് റെഡി ആവുക. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഈ VCസിനെക്കാട്ടിലും, അപ്പൊ VCs ഒരുപാട് പേര് റെഡിയാണ്, പക്ഷെ നമുക്ക് ഇല്ലാത്തത് എന്താണ്, ഏഞ്ചൽസ് ആണ് അല്ലെ. ഇപ്പൊ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു ഇനീഷ്യൽ സൈഡിൽ, അതായത് നമ്മളൊരു പേപ്പറിൽ കമ്പനി ഉള്ള സമയം മുതൽ, അതായത് ജസ്റ്റ് കുറേ ഈ പറഞ്ഞ പേപ്പറിൽ നമ്മൾ കാര്യങ്ങൾ എഴുതി പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്, എന്നാലാണ് നമുക്ക് അതിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു MVP, അതായത് നമ്മുടെ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് റെഡിയാക്കാനോ, പ്രോട്ടോടൈപ്പ് റെഡിയാക്കാനോ, ഡിസൈൻ ചെയ്യാനോ ഒക്കെ നമുക്ക് എന്താണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ. കാരണം അത് ആ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെയും ഒരു ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. Then comes most important problem, that is talent shortage. Lack of specialized educational institutions and courses in space technology hinders talent development. നമുക്ക് സ്പേസ് ടെക്കിന് വേണ്ടി മാത്രം, മേ ബി ദർ ഇസ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പക്ഷെ അത് സ്പേസ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് എഞ്ചിനീയറിംഗ്, എനിക്ക് എന്റെ ലിമിറ്റഡ് നോളജിൽ എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഉണ്ടോ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല സ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്, ബിടെക് ഇൻ സ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ട് ആണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പൂൾ ഓഫ് ടാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ടാലന്റിന്റെ ഷോർട്ടേജ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതും എന്താണ്, അടുത്തൊരു ചലഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ആണ് നമുക്ക് ആകെ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള അക്കാഡമീസ്, അതാണ് ഈ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് പോയിന്റ് അല്ല, ഇത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. only one Indian Institute of Space Technology exists, creating a need for more institutions and industry academia collaborations. ഓക്കെ, അപ്പൊ നമ്മുടെ എപ്പോഴും എന്താണ്, എഡ്യൂക്കേഷൻസ് എപ്പോഴും ഇങ്ങനെയായിരിക്കണം, അതായത് ഇൻഡസ്ട്രി ഉണ്ടാവണം, ഈ ഇൻഡസ്ട്രിയും അക്കാഡമിയ കൊലാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് സാധിക്കുള്ളൂ, എംപ്ലോയ്മെന്റ് ജനറേഷന് സാധിക്കുള്ളൂ. ഇപ്പോൾ വാട്ട് ഇഫ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബിടെക് ഇൻ സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കോഴ്സ്, ഒരു സംവെയർ അറൗണ്ട് ഒരു 10 lakh പഠിച്ചൊരു വ്യക്തി അദ്ദേഹം പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്കൊരു ജോലി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അതെന്ത് ചെയ്യില്ല, സസ്റ്റെയിൻ ചെയ്യില്ല ആ പെർട്ടിക്കുലർ കോഴ്സ്, റൈറ്റ്. അപ്പോൾ ആ ഒരു കൊലാബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കേണ്ടതുണ്ട്, അതൊരു ലാക്കിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്പേസ് ടെക്നോളജിയുടെ നമ്മളുടെ ഇമ്പോർട്ട് കോസ്റ്റ്, അതായത് നമ്മളിപ്പോ ഒരു സ്പേസ് ടെക്നോളജി, ഈ പറയുന്ന ഇന്ത്യസ് ഇമ്പോർട്ട് കോസ്റ്റ് ഇൻ സ്പേസ് ടെക്നോളജി സെക്ടർ ആർ 12 times higher than the earnings from export. ഇപ്പൊ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് സ്പേസ് ടെക്കിന്റെ അല്ലെങ്കിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ഈസ് ലെസർ ദാൻ ദി മണി വി ഹേൺഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലാണ്, ഓരോ എക്യുപ്മെന്റ്സും അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള, എനിക്ക് ടെക്നിക്കലി പറയാനായിട്ട് അറിയില്ല, ബട്ട് സ്റ്റിൽ അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ക്രയോജനിക് എഞ്ചിൻസ് അത് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂവൽസ്, അല്ലെങ്കിൽ അതിന്റെ ഓരോ എക്യുപ്മെന്റ്സ്, അതിന്റെ കോട്ടിംഗ്, സിൽവർ കോട്ടിങ്സ്, അതേപോലെ ഗ്ലാസസ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട സംഗതികൾ അത് പ്രൊഡക്ഷൻ നടത്തുന്ന എല്ലാം ഇപ്പൊ എബ്രോഡാണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ചെലവ് എന്താണ്, നമുക്ക് ഈ ഒരു പരിപാടി നടത്തി, അതായത് നമ്മൾക്ക് ഈ സ്പേസ് ടെക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്, അതാണ് ഇവിടെ റൈറ്റ്ലി പോയിന്റ്. ഇന്ത്യസ് ഇമ്പോർട്ട് കോസ്റ്റ് ഇൻ ദ സ്പേസ് ടെക്നോളജി സെക്ടർ ആർ 12 times higher than the earnings from export. Okay, yes. Then global competition, we know that, അതായത് great players അല്ലെ, ബിഗ് പ്ലേയേഴ്സ് ഇൻ ദ സ്പേസ് ടെക്, അല്ലെങ്കിൽ ബിഗ് ബില്യണേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അവരെല്ലാവരും എവിടെയുണ്ട്, ഈ സ്പേസ് ടെക്കിൽ കയറി പിടിച്ചിട്ടുണ്ട്, റൈറ്റ്. ഇപ്പോൾ അതിനകത്ത് US ഉണ്ട്, ചൈന, റഷ്യ, അവരൊക്കെ ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീയൂസബിൾ പ്രോഗ്രാംസും സ്പേസ് ടൂറിസംസും, അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് GPS പൊസിഷനിങ് സാറ്റലൈറ്റ്സും കാര്യങ്ങളൊക്കെ, കോൺസ്റ്റലേഷൻസ് ഓഫ് സാറ്റലൈറ്റ്സ് ആണ് അവരൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ അതും ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ നമുക്കൊരു അടുത്ത ചലഞ്ചാണ്. ദെൻ നമുക്ക് ഈ ലോങ്ങർ R&D സൈക്കിൾസ് ആൻഡ് ലിമിറ്റഡ് ഹൈ എൻഡ് കേപ്പബിലിറ്റീസ് ഫോർ ഹഡിൽസ്, അതായത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് R&D വേണം, റൈറ്റ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഏകദേശം ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സാറ്റലൈറ്റ് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ എന്ത് വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള R&D എന്ന് പറയുന്ന സംഗതി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സംഗതി വേണം. അതേപോലെ തന്നെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ്, അതായത് എക്യുപ്മെന്റ്സും ടെക്നോളജീസും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ കറന്റ്ലി അതൊക്കെ നമുക്കൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്പെസിഫിക് പ്രോബ്ലം ആണ്, ദാറ്റ് ഈസ് ഫോറിൻ ലോഞ്ച് വെഹിക്കിൾസ് ആണ്. ഇപ്പൊ ഇൻ കേസ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ,
അപ്പൊ ഇവരെല്ലാവരും മോർ ദാൻ ഇസ്രോനെ റിലേ ചെയ്യുന്നതിന് ISROനെ റിലേ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താണ് ഈ പറഞ്ഞ US സ്പേസ് എക്സ് പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഷെഡ്യൂൾ കൺസ്ട്രെയിൻസും അതേപോലെ തന്നെ കോസ്റ്റ് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ദെൻ അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റിന് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു റീയൂസബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. റീയൂസബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള ഒരു സൊല്യൂഷൻസ്. ഓക്കെ, സോ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളെ നമ്മൾക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ ഈ ഒരു സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന കുറേ എന്താണ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഒരു FDI റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഏകദേശം 74% സ്പേസ് സെക്ടറിനകത്തുള്ള FDI അലോക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു സ്പേസ് പോളിസി കൊണ്ടുവന്നു. സ്പേസ് പോളിസി, ഈ പോളിസി പ്രകാരമാണ് എന്ത്, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാക്സിമം എൻകറേജ് ചെയ്യണം എന്ന് പറയുന്നു. 2020 ഒരെണ്ണം ഉണ്ടായിരുന്നു. 2020 ആ ഒരു സ്പേസിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ വേണ്ട റെഗുലേറ്ററി കാര്യങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞിട്ടുള്ള ലൈസൻസസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇൻസ്പേസ് ആണ്. ദെൻ ഒരു ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചെയ്യുന്ന എന്താണ്, ഇസ്രോയ്ക്ക് 2 ഫംഗ്ഷൻസ് ഉണ്ടല്ലേ, ഒന്ന് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത്തെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോ വട്ട് ദീസ് ഡിഫറെന്റ്. ദെൻ നമുക്കൊരു ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ ഉണ്ട്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മളുടെ ഒരു ഈ പറഞ്ഞിട്ടുള്ള കറന്റ് എന്താണ് ഇന്ത്യൻ സ്പേസ് ഏജൻസി സെക്ടറിൽ നടക്കുന്ന എക്സ്പ്ലോറേഷൻസ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ഒന്ന് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ് ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മളൊരു അടൽ തിങ്കറിംഗ് ലാബ് സ്പേസ് ചലഞ്ച് CBSEയുടെ കൂടെ, CBSEയും നീതി ആയോഗവും കൂടിയിട്ട് ചേർന്നിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളതും അതേപോലത്തെ പരിപാടികളൊക്കെയാണ് അതിനകത്ത് കൂടുതൽ നടക്കുന്നത്. ദെൻ നമുക്ക് ഒരു എക്കണോമിക്കൽ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ചസ് ഒക്കെ എന്താണ്, GST എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഒരു ടാക്സ് എക്സംഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് പറഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്, ഒരു സ്പേസ് ആക്ടിവിറ്റീസ് ആക്ട് ആണ്. അതിനകത്തൊരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ആക്ട് ആണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ ആ ആക്ടിനകത്ത് എന്ത് വേണം, നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് പ്രൈവറ്റ് സെക്ടറിന്റെ റോള്, അതേപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ലൈബിലിറ്റി ഫ്രെയിംവർക്ക്, അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു എന്തെങ്കിലും ഒരു ടെക്നോളജി മിസ്യൂസിങ് സംഭവിച്ചാൽ അതിന്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അതിന്റെ ലൈബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് നമുക്കിപ്പോൾ ആവശ്യം. ഓക്കെ, സോ ആ കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഓൾസോ വി ഷുഡ് ബി ടോക്കിംഗ് മോർ അബൌട്ട് ദി ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്ന സംഗതി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പ്രോപ്പറായിട്ട് തന്നെ അതും ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ദെൻ നമുക്കൊരു ഇൻഡിജിനസ് കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. നമുക്കൊരു സ്പേസ് ടെക് എന്ന് പറയുന്നത് നോക്കിയാൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക് അല്ല. ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പൊ ആ സെക്ടറിലെ ഒരു ആക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവന്റെ കമ്പോണന്റ് മാനുഫാക്ചറിങ് ഒരു വലിയൊരു എലമെന്റ് ആണ്. അപ്പോൾ ആ കമ്പോണന്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻഡിജീനിയസ് കേപ്പബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഇൻഡിജീനിയസ് കേപ്പബിലിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനകത്തും AI ഡ്രിവൺ സാറ്റലൈറ്റ് ടെക്നിനകത്തും 3D പ്രിന്റഡ് കമ്പോണൻസിനകത്തും ഇതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ നമുക്ക് കുറെ ഉണ്ട്, വികാസ് എഞ്ചിൻ എന്ന് പറയുന്ന സംഗതി, ക്രയോജനിക് എഞ്ചിൻ, വികാസ് എഞ്ചിൻ, അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്കുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് ഒരുപാട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസും നമ്മുടെ കമ്പോണന്റ് ഡിസൈനിങ്ങും ഡെവലപ്മെന്റ്സും കാര്യങ്ങളെല്ലാം നടത്തണം എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ അൾട്ടിമേറ്റ്ലി വി നീഡ് ടു എന്താണ്, എൻകറേജ് പ്രൈവറ്റ് ലോഞ്ച് പാഡ്സ്. ഇസ്രോ ലോഞ്ച് പാഡ്സിനകത്തുള്ള ഇസ്രോനെ ഈ പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഇതിനകത്തുള്ള ഡിപ്പെൻഡൻസിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പ്രൈവറ്റ് ലോഞ്ച് പാഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതും എന്താണ് നമുക്കൊരു വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ PYQs നോക്കിയ സമയത്ത് 2016 PYQ മെയിൻസിന്റെ PYQ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡിസ്കസ് ഇന്ത്യസ് അച്ചീവ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഹൗ ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ടെക്നോളജി ഹാസ് ഹെൽപ്ഡ് ഇന്ത്യ ഇൻ ഇറ്റ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ,
നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ചന്ദ്രനിലേക്ക് നമ്മൾ അങ്ങോട്ട് ഈ പറഞ്ഞിട്ടുള്ള റോക്കറ്റ് വിക്ഷേപിക്കുന്നു, മംഗൾയാൻ പോകുന്നു, അതുകൊണ്ട് നമ്മുടെ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ആൻസർ എഴുതിയതിനു ശേഷം അത് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ഒരു വാലുവേഷൻ ഫീഡ്ബാക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, യെസ്, ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റത്തെ ന്യൂസുമായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ഏകദേശം കോംപ്രിഹെൻസീവ്ലി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സോളം നമ്മൾ എടുത്തു, ഐ നോ. കാരണം നമുക്കിത് ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ട് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. UPSC ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇയർ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഇപ്പോൾ കറന്റ്ലി നടക്കുന്ന ഒരു ഈ പറഞ്ഞിട്ടുള്ള റാലിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്പേസ് ടെക്നോളജിയുടെ റോള് വളരെ വലുതാണ്, റൈറ്റ്? അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഓക്കെ, യെസ്. Then comes the second news article of the day, which is related to child trafficking. ഓക്കെ, ഞാനിവിടെ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്നുള്ളൊരു തീം എടുത്തിട്ട് നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത് എന്താണ്, ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻസ് ആണ്. ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡേറ്റാസ് ആണ്. ഇത് നമ്മുടെ ആൻസേഴ്സിൽ എഴുതാം. അതിനോ ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ന്യൂസ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൻസേഴ്സിനെ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലത്തെ കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇത് ഈ പറഞ്ഞ സെപ്റ്റംബറിലെ ന്യൂസ് ആണ്. സെപ്റ്റംബർ 2025 വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഈ ഡേറ്റ ഈസ് റിലേറ്റഡ് ടു 2023 ഡേറ്റ അടിസ്ഥാനമാക്കിയിട്ട് NCRP, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, അവരാണ് ഈ പറഞ്ഞിട്ടുള്ള ക്രൈംസിന്റെ ഡേറ്റാസ് പുറത്തുവിടുന്നത്. അപ്പൊ ഈ NCRB ഡേറ്റയുടെ പ്രകാരമുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് ഈ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ക്രൈം അഗൈൻസ്റ്റ് ദി ചിൽഡ്രൻ. പറയുന്നത് എന്താണ്, 2022 അപേക്ഷിച്ച് 2023 ഏകദേശം 9.2% കുട്ടികൾക്കെതിരെയുള്ള ക്രൈം നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ, ഇതേപോലെ മെയിൻസിന്റെ ഒക്കെ ഒരു ആൻസർ വരുമ്പോഴത്തേക്കും വൾണറബിൾ സെഷൻസിനെ കുറിച്ച് നമ്മൾ ഗവേണൻസിലും സോഷ്യൽ ജസ്റ്റിസിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വൾണറബിൾ സെഷൻസിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ 39.9 കുട്ടികൾ ഔട്ട് ഓഫ് 1 lakh പോപ്പുലേഷൻ, 1,00,039 കുട്ടികൾ. ഓക്കെ, 1,00,039 കുട്ടികളാണ് ക്രൈം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ക്രൈം എന്ന് പറയുന്നത് എന്താണ്, കിഡ്നാപ്പിങ്ങും അതേപോലെ തന്നെ അബ്ഡക്ഷനുമാണ്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഏകദേശം 45% കുട്ടികൾ നേരിടുന്ന ഒരു ക്രൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ നേരിട്ടിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ ആണ്. അതിൽ ഏകദേശം അതേപോലെ തന്നെ 38% ഫേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, പോക്സോ ആണ്. പോക്സോ കേസുകളാണ് ഏകദേശം 38%. ഓക്കെ, അപ്പോൾ ഈ ക്രൈമുകൾ വളരെയധികം കൂടുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡേറ്റയാണത്. കുട്ടികളെ ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ടു പോകുന്ന പ്രശ്നങ്ങളും പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ ഫേസ് ചെയ്യുന്ന ഒരു പോക്സോയും വഴിയാണ്. പിന്നെ ഇതിനകത്ത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം ഈ നമ്മൾ പറഞ്ഞു എത്ര കേസസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കുട്ടികളുടെ പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് ഏകദേശം 67,000 കേസുകളാണ്. നമ്മൾ 67,000-ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ 67,000-ൽ 40,434 കേസുകളും കുട്ടികൾക്ക് അറിയാവുന്ന ആളുകൾ, ക്ലോസ് റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ കുട്ടികൾക്ക് റിലേറ്റീവ്സ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് അറിയാവുന്ന ആളുകളാണ് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി പറയുന്നത് പോലെ കുട്ടികളും നേരിടുന്ന പ്രശ്നം അവരുടെ ഏറ്റവും കിന്നിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഈ പറഞ്ഞിട്ടുള്ള അടുത്ത ആൾക്കാരിൽ നിന്നും, നൈബേഴ്സിൽ നിന്നും, അറിയാവുന്ന ആളുകളിൽ നിന്നും ഒക്കെയാണ് കുട്ടികൾ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അതും നമുക്ക് വളരെ വലിയൊരു ഗവേണൻസ് ചലഞ്ചായിട്ട് നമുക്ക് കാണാം. പിന്നീട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ എപ്പോഴും എന്താണ്, നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നതും നമ്മളെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ചൈൽഡ് മാരേജ് എന്ന് പറയുന്ന ഒരു സംഗതി, ആ ചൈൽഡ് മാരേജ് എന്ന് പറയുന്ന പരിപാടി, ഓക്കെ, അത് നമ്മൾ എത്ര ഫേമസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 14,637 കേസുകളാണ് തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് കുട്ടികളെ മൈനേഴ്സിനെ, 18 വയസ്സിന് താഴെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്ന കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നത് 14,637 കേസാണ്. സോ ഇത് ഈ ഒരു ഡേറ്റ നമ്മളുടെ ഓരോ വാദങ്ങളെയും, അതായത് കുട്ടികൾക്കെതിരെയുള്ള കേസുകൾക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആൻസേഴ്സ് എഴുതുന്ന സമയത്തെല്ലാം നമുക്ക് ഈ ഡേറ്റ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ ഓൾറൈറ്റ്. ഞാൻ ഇതിനെ ഒരിക്കലും ഒബ്ജക്റ്റീവായിട്ട് കാണുകയല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ വളരെയധികം
ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടിലാണുള്ളത്. പക്ഷെ ഇതിനെ ഒരിക്കലും മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, ഓൾറൈറ്റ്. ദെൻ നമുക്ക് നോക്കേണ്ടത് മൂന്നാമത്തെ ഒരു കേസാണ്. ഇതിലൊരു മിക്സ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, CSR ഫണ്ട് എന്ന് പറയുന്നത് കൂടുതലും എന്തിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ്, റൈറ്റ്? അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള എക്കോസിസ്റ്റം, അതായത് എൻവയോൺമെന്റൽ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും അത് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു വെർഡിക്റ്റ് റീസെന്റ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ കേസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കേസിലാണ് അത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രിലിംസിന് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ബേർഡ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിലും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ യെസ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഇറ്റ് ഈസ് ദി സ്റ്റേറ്റ് ബേർഡ് ഓഫ് രാജസ്ഥാൻ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ ചുറ്റും റിന്യൂവബിൾ എനർജി, സോളാർ എനർജി സിസ്റ്റത്തിന്റെ ഒക്കെ ഗ്രിഡുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പൊ ഈ ഗ്രിഡുകളിൽ ഇങ്ങനെ ലൈൻ കമ്പികൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പക്ഷി പറന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ പക്ഷി പലപ്പോഴായിട്ട് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് IUCN സ്റ്റാറ്റസ് പ്രകാരം ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിരിക്കുകയാണ് ഈ പർട്ടിക്കുലർ ബേർഡ്. സോ അപ്പോൾ അതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അത് സ്ലോ റീപ്രൊഡ്യൂസിങ് ആണ്. ഏകദേശം ഒരു മുട്ട ഒരു ഇയറിലിടും, ഏകദേശം ഒരു വർഷം എടുക്കും ആ മുട്ട വിരിയാനായിട്ട്. സോ വളരെ റീപ്രൊഡ്യൂസിങ് റേറ്റും വളരെ കുറവാണ്. അതിനകത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ ഇടിവെട്ടിയ ആളെ പാമ്പ് കടിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ കൂടെയാണ് ഈ പറഞ്ഞ ഇലക്ട്രിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ബർത്ത് റേറ്റ് ഭയങ്കര ലോ ആണ്, അറ്റ് ദ സെയിം ടൈം ഡെത്ത് റേറ്റ് കൂടുന്നുണ്ട്. ദാറ്റ് വിൽ ലീഡ് ടു പോപ്പുലേഷൻ ഡിക്രീസ്. ഓക്കെ, സോ അതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ദെൻ സൈറ്റ്സിൽ ഓക്കെ, കൺവെൻഷൻ ഓൺ ട്രേഡ് ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസിനകത്ത് എന്താണ്? അപ്പൻഡിക്സ് 1 വരുന്നത്. CMS കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസിനകത്തും ഇത് അപ്പൻഡിക്സ് 1 വരുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലും ഷെഡ്യൂൾ 1 വരുന്നത്. ഇവിടെ നിങ്ങളൊന്ന് കെയർഫുൾ ആവണം. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വൈൽഡ് അനിമൽസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്, ബേർഡ്സും വരുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. ദെൻ കംസ്, ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെസേർട്ട് നാഷണൽ പാർക്കാണ്. അതായത് നമ്മളുടെ രാജസ്ഥാൻ, ഗുജറാത്ത് റീജിയനിലാണ് കാണുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം, ഇന്ത്യയിൽ മാത്രമേ ഇത് ഉള്ളൂ എന്ന് വരാം. അല്ല, ഇതൊരു പക്ഷിയാണ്, ഇത് പറക്കാൻ കഴിവുള്ള പക്ഷിയല്ലേ. അപ്പൊ ഇത് പല രാജ്യത്തും ഉണ്ടാവും. അപ്പൊ ഇത് പാകിസ്ഥാനിലും ഈ സാധനത്തിനെ കാണാറുണ്ട്, അവിടെയും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ്. അതായത് ആ ഗ്രാസ് ലാൻഡിന്റെ ഹെൽത്ത് അറിയാനായിട്ട് ഇത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിനുള്ള പ്രേ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഗ്രാസ് ലാൻഡിന്റെ ഹെൽത്ത് ഓക്കെ ആണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഓഫ് ദി അരിഡ് ആൻഡ് സെമി അരിഡ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഓക്കെ, ദെൻ കോടതി കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51A എന്ന് പറയുമ്പോൾ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. അതിൽ G ആണ് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രിയേച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് കോട്ട് ചെയ്തിട്ടാണ് CSRന്റെ കാര്യത്തിൽ കോടതി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 3 ന്യൂസ് ആർട്ടിക്കിൾസ് ഇന്നത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. താങ്ക് യു ഫോർ ലിസണിങ്.